എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാർ നിത്യവും ജപിക്കേണ്ട മന്ത്രത്തെയും സ്തുതിയെയും കുറിച്ചാണ്. കൂടാതെ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുക നക്ഷത്ര മൃഗത്തിനും നക്ഷത്ര പക്ഷിക്കും നക്ഷത്ര വൃക്ഷത്തിനും ഇവ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയാം. നക്ഷത്ര മൃഗമായ പെൺപട്ടിക്കും നക്ഷത്ര പക്ഷിയായ ചകോരത്തിനും ആഹാരവും ജലവും നൽകുക ഇത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ നക്ഷത്ര വൃക്ഷമായ കരിമരം നട്ടു വളർത്തുക, പരിപാലിക്കുക, ജൈവവളങ്ങളും എല്ലാ ദിവസവും ജലവും കൊടുത്ത് പരിപാലിച്ച് വളർത്തുക. എങ്ങനെയാണ് ആ വൃക്ഷം വളർന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. പിന്നെ നക്ഷത്ര ദേവതയായ ശിവന്റെ മന്ത്രം നിത്യവും 12 തവണ ജപിക്കുക. അതായത് ഓം രുദ്രായ നമ അല്ലെങ്കിൽ ഓം നമഃശിവായ, ഈ മന്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ 12 പ്രാവശ്യം ജപിക്കുക. പിന്നെ തിരുവാതിര നക്ഷത്രക്കാർ നിത്യവും സർപ്പഭജനം, നാഗരാജാവിൻ്റെ സ്തുതിയെങ്കിലും ജപിക്കണം. അപ്പോൾ ഈ സ്തുതിയൊക്കെ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ അനുഭവമുള്ളതായി വരും. അത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടു വരും. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്തുതി നിത്യവും നിത്യവും ജപിക്കണം. മൃത്യുഞ്ജയം വിഭൂഷായ ഭോഗതാപവിനാശിനി സർവവിഘ്നപഹാരായ നാഗരാജായ തേ നമ. ഈ സ്തുതിയെങ്കിലും നിത്യവും ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിത്യവും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുകയും ചെയ്യുന്നു.